ഈ ഒരു വീഡിയോ വണ്ടി പ്രാന്തന്മാർക്കുള്ളതാണ്. ഞാനെന്നുള്ളത് എറണാകുളത്താണ്. മറൈൻ ഡ്രൈവിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്രോഡ്വേ മാർക്കറ്റ്. കേരളത്തിൽ തന്നെ ഏറ്റവും ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം. ഈ ഒരു വ്രാംഗ്ലറിന്റെ മോഡലിന് ഏകദേശം 250 രൂപയാണ് വരുന്നത്. ഓൺലൈനിൽ ഇതിലും റേറ്റ് കൂടുതലാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഒരുപാട് പ്ലാസ്റ്റിക്കും മെറ്റലും ആയിട്ടുള്ള ടോയ്സ് ഇവിടെ ഉണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ചില റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരും കേട്ടോ. ഈ കാണുന്നൊക്കെ മെറ്റൽ കാർസ് ആണ്. നല്ല രീതിക്ക് ഫിനിഷിംഗ് ഉള്ള ടോയ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ആക്ച്വലി ഹോൾസെയിലും റീറ്റെയിലും ഷോപ്പ് തന്നെയാണ്. റീറ്റെയിലായിട്ട് വാങ്ങുന്ന പ്രൈസാണ് ഞാൻ ഈ താഴെ കൊടുത്തേക്കുന്നത്. ഹോൾസെയിലിൽ ഇതിലും നല്ല റേറ്റ് കുറച്ച് കിട്ടും. ഇതൊക്കെ 180 കേട്ടോ. കാറുകൾ മാത്രമല്ല ഇങ്ങനെയുള്ള വേറെ ടോയ്സുകളും ഉണ്ട്. ഈ ടോയ്സിൻ്റെ എല്ലാം ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ ഇതേപോലെ ടയർ നമുക്ക് സ്പിൻ ചെയ്യാനും പറ്റും. വിൻറ്റേജ് കാർ കളക്ഷനും ഉണ്ട് ഇവിടെ. ഈ വണ്ടികളിലൊക്കെ ഫിനിഷിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ചെറിയ റേറ്റിൽ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നതാണ്. G-Wagon, വ്രാംഗ്ലർ, ഡിഫൻഡർ, ഇതൊക്കെയാണ് കൂടുതൽ മോഡൽസ് ഞാൻ ഇവിടെ കണ്ടത്. ഇതൊക്കെ വെറും 250 ആ റേഞ്ചിൽ വരുന്ന വണ്ടി കേട്ടോ. അതിൻ്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കിയേ. ഇതുപോലെ പല സ്കെയിൽ മോഡലിലുള്ള മോഡൽസ് ഇവിടെ ഉണ്ട്. എനിക്ക് കറക്റ്റ് സൈസ് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിൽ ഓരോ ഷെൽഫിനും ഓരോ റേറ്റാണ് വരുന്നത്. 150 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. 150, 250, 380, 800 അങ്ങനെയുള്ള റേറ്റുകളാണ് ഇതിന് വരുന്നത്. ഇവർക്ക് 2 ഫ്ലോർ കംപ്ലീറ്റ് ടോയ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ കൂടുതലും കാറുകളൊക്കെയാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും നോർമൽ ടോയ്സും റിമോട്ട് കൺട്രോൾ കാർസൊക്കെയാണ് വരുന്നത്. വമ്പൻ ഫിനിഷിങ്ങും അത്യാവശ്യം നല്ല സൈസുള്ള ഒരു കാറാണ് ഈ കാണുന്നത്. 850 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നോർമൽ ഒരു ഷോപ്പിൽ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇതിൽ എന്തായാലും 1500-ന് മേലെയാവും. ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് നിങ്ങളൊന്ന് നോക്കിയേ. ഭയങ്കര ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഫുള്ള് മെറ്റൽസ് ആണ് ഇത് വരുന്നത്. റോൾസ് റോയ്സിൻ്റെ അങ്ങനെ കുറേ മോഡൽസ് കാർസ് ഉണ്ട് ഇതിൻ്റെ. ഇതുപോലുള്ള ഫാൻസി കാർസും ആർമി ട്രക്കുകളും ഇങ്ങനെയുള്ള കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഡിഫൻഡറിൻ്റെ അത്യാവശ്യം സൈസുള്ളൊരു മോഡലാണ്. ഇതിൽ കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. G-Wagon, അതുപോലെ തന്നെ കുറേ പ്രീമിയം കാറുകളുടെ ഒരു മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഏകദേശം റേറ്റ് വരുന്നത് ഒരു 250, 350 ആ റേഞ്ചിലേ വരുന്നുള്ളൂ റേറ്റ്. ഞാൻ എൻ്റെ കമ്പാരിസൺ എന്നുള്ള രീതിയിൽ ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി നോക്കി. ഇതിന് എന്തായാലും ഒരു 100 റുപ്പീസ് അല്ലെ 200 റുപ്പീസിൻ്റെ ഒക്കെ ഡിഫറൻസ് ആണ് അതിലൊക്കെ കാണിക്കുന്നത്. ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നേരത്തെ കണ്ട ഡിഫൻഡറിൻ്റെ ആക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു മോഡൽസാണ് കണ്ടത്. അതിൻ്റെ ബ്ലൂ കളറും പിന്നെ ഒരു സിൽവർ കളർ, വൈറ്റ് കളറൊക്കെ ഉണ്ട് മോഡൽസിൽ വരുന്നത്. ഇത് 1:39 എന്നുള്ള റേഷ്യോയിലുള്ള സ്കെയിൽ മോഡൽസാണ്. ഇതിന് വെറും 250 രൂപ മാത്രമേ ഉള്ളൂ ഇതിലെ ഈ കാണുന്ന എല്ലാ മോഡൽസിനും. ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ വണ്ടികളും ഡാർക്ക് എഡിഷൻ അങ്ങനെ കുറേ വണ്ടികൾ കണ്ട് കണ്ണ് നല്ലതായിരുന്നു. 150, 250 ആ റേഞ്ചൊക്കെയാണ് ഈ കാണുന്ന മോഡൽസിനെല്ലാം വരുന്നത്. കാറിൻ്റെയൊക്കെ പല മോഡൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പല കളറിൽ. ഇവിടെ ഒരു എമണ്ടം വണ്ടിയുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയ കാറുകളായ സൈബർ ട്രക്കിൻ്റെ വരെ മോഡൽസ് ഇവിടെ ഉണ്ട്. കാറുകൾ മാത്രമല്ല ബൈക്കിൻ്റെയും കുറേ മോഡൽസ് ഇവിടെ ഉണ്ട്. G-Wagonൻ്റെ ഓഫ് റോഡ് ലുക്കുള്ള ഒരു മോഡിഫൈഡ് സാധനം ഇവിടെ കണ്ടു. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്ന 1300, 1500 അതിനുള്ളിലാണ് ഇതിൻ്റെ വരുന്ന റേറ്റ്. കാറുകൾ മാത്രമല്ല ഇങ്ങനെയുള്ള കുറേ ടോയ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഫാൻസി കാർസ് ഉണ്ട്, ട്രെയിന്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെപ്പോലുള്ള വണ്ടിഭ്രാന്തന്മാരെ ആകർഷിക്കുന്ന ഏറ്റവും അടിപൊളി ഒരു ഷോപ്പാണിത്. ഇത് ഡിഫൻഡറിൻ്റെ ഒരു മോഡലാണ്. നേരത്തെ കണ്ട കൂട്ട് തന്നെ അതിൻ്റെ ഒരു സിൽവർ കളറുള്ളൊരു സാധനം. ഇവിടുത്തെ ഫുൾ വണ്ടികളുടെ വീഡിയോസ് എടുക്കുന്നതിന് ഈ വീഡിയോ ഭയങ്കര ലെങ്താവും. അതുകൊണ്ട് ഞാൻ കുറേ അടിപൊളിയായി അട്രാക്ഷനായിട്ടുള്ള കുറേ വണ്ടികളുടെയൊക്കെ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് കുറേ തന്നെ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ വണ്ടിയായിട്ടത്. ഇതിന് വെറും 800 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ ഫിനിഷിങ് നിങ്ങളൊന്ന് നോക്കി. ഇൻറ്റീരിയർ ആയാലും ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 1:32 ആണ് ഇതിൻ്റെ സ്കെയിൽ മോഡൽ വരുന്നത്. ആ സൈസിലുള്ള വേറെയും കുറേ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ മേലെ കൂടെ ഇരിക്കുന്നതെല്ലാം ബൈക്സിൻ്റെ കളക്ഷനാണ്. ഇതുപോലെയുള്ള കുറേ ട്രക്കുകളും ആർമി ട്രക്ക് പോലെയുള്ള ലുക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കുറേ ഇട്ടുണ്ട്.
പിന്നെ ഇതുപോലെ ട്രെയിന്, ഹിറ്റാച്ചി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണുന്ന റിമോട്ട് കൺട്രോൾ കാറുകളാണ്. മേലേക്കും ഉണ്ട് ഇവരുടെ ഷോപ്പുകൾ. അതിൽ കുറേ വേറെയുള്ള ടോയ്സൊക്കെയാണ് വരുന്നത്. കാറുകളല്ലാതെയുള്ള ടോയ്സൊക്കെയാണ് മേലത്തെ ഫ്ലോറിലേക്ക് വരുന്നത്. മെറ്റലായത്. ബ്രോഡ്വേയിൽ വേറൊരു ഷോപ്പിലൂടെ അതിൻ്റെ പ്രൈസ് ചോദിച്ചു. അവിടെ 200 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവന്മാർ വിൽക്കുന്നത് 300 രൂപയ്ക്കാണ്. കടയിൽ കുറേ നേരം തെണ്ടി തിരിഞ്ഞിട്ട് 2 കാറെടുത്തു. അതിലൊന്നാണിത്. ഇതിന് 150 രൂപയാണ് വരുന്നത്. 150 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് തുറക്കാൻ പറ്റുന്നുണ്ടോ? ഇൻറ്റീരിയറൊക്കെ സെറ്റായിട്ട് ഒരു ഫിനിഷിംഗ് ഉണ്ട്. ഇത് താറാണ്. ഇതും പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇതിന് 150 രൂപയാണ് വരുന്നത്. ഇതിൻ്റെയും ഡോറ് തുറക്കാം. ബാക്ക് ഡോറ് തുറക്കത്തില്ല, ഫ്രണ്ടിലത്തെ 2 ഡോറ് തുറക്കാവുന്ന സാധനം. 150 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതിൽ താറ് മെറ്റലും മറ്റേ കാറ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം.